ഇതിൽ സാധാരണ ദൈവികമായിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതലും നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിലൊതുക്കി കൂടി. ശ്രീലക്ഷ്മി വിനോദ്, ആറന്മുളയിലാണ്. ഞാൻ മൂവാറ്റുപുഴ ഓറിയൻ ഫാഷൻ സ്കൂളിൽ ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. നമസ്കാരം. ഇപ്പൊ നമ്മൾ അടൂർ വൈറ്റ് പോർട്ടിക്ക എന്ന് പറഞ്ഞാണ് പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ മെയിൻ പരിപാടിയാണ്. നമ്മുടെ ഒരു വലിയ പരിപാടിയാണ്. ആ പരിപാടിയിലെ ഏറ്റവും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന 25 വനിതകളുടെ, പത്തനംതിട്ട ജില്ലയിലുള്ള 25 വനിതകളുടെ മനോഹരമായിട്ടുള്ള ചിത്ര പ്രദർശനം നമുക്ക് കാണാം. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഇത്ര അതിമനോഹരമായിട്ടുള്ള പിക്ചറുകൾ, പല രീതിയിലുള്ള പിക്ചറുകൾ വരച്ച പത്തനംതിട്ട ഉള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും. കൃത്യമായിട്ട് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. നമസ്കാരം, പേര്? നമസ്കാരം, ഗ്രേസി ഫിലിപ്പ്. എവിടെ സ്ഥലം? കൂടൽ. നിങ്ങൾ എല്ലാവരും എങ്ങനെ ഒന്നിച്ച്? ഞങ്ങൾ ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ 85 മുതൽ ആർട്ടിസ്റ്റാണ്, വരയ്ക്കാനുള്ള എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. എവിടെ പഠിച്ചേ? ഞാൻ ട്രിവാൻഡ്രത്ത് മാധവക്കുട്ടിയാണ് എൻ്റെ ആദ്യത്തെ എക്സിബിഷൻ ഇനാഗ്രേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് എനിക്ക് ഫൈൻ ആർട്സ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം പറഞ്ഞാൽ ഞങ്ങൾ വാസ്തു ഗുരുകുലത്തിൽ ആറന്മുള, ഞങ്ങളുടെ എൻ്റെ കൂട്ടുകാരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു. ഞങ്ങൾ പിന്നെ മ്യൂറലിൻ്റെ എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. പിന്നെ പത്തനംതിട്ട വനിതാ ദിനത്തിൽ ഞങ്ങൾ എക്സിബിഷൻ ചെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി ഇപ്പം ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ വനിതകളെ അത്യാവശ്യം അടുക്കളയിൽ ഒതുങ്ങിക്കൂടാതെ പൊതുജനങ്ങൾക്ക് ഇത്രയും നല്ല ആർട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അതെ, തീർച്ചയായും. ഞങ്ങളുടെ ആർട്ടിസ്റ്റിന്റെ ഓരോരുത്തരുടെ കരവിരുത് കണ്ടില്ല, തീർച്ചയായും അതിമനോഹരമായിട്ടുണ്ട്. അതെ, മാത്രമല്ല എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പിക്ചറുകളെല്ലാം വ്യത്യസ്തമായിട്ടും എല്ലാവർക്കും കഴിവുണ്ടെന്നും തെളിയിച്ചു. ആണ് ഞങ്ങളുടെ അതൊരു അഭിമാനം തന്നെയാണ്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ വേദി തന്നതിൽ. അല്ല, അത് ഞങ്ങളാ തിരിച്ചങ്ങോട്ട് നന്ദി പറയണ്ടത്. നിങ്ങൾ ഇത്രയും ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്ന് എല്ലാവരും ഇവിടെ എത്തി. തീർച്ചയായിട്ടും ഇത്ര മനോഹരമായിട്ട് ഇത് ഈ ഒരു ദിവസം കൊണ്ട് തീരേണ്ട ഒരു സംഭവമല്ല, ഒരു 2-3 ദിവസം തന്നെ കാണേണ്ട പിക്ചറുകളാണ് ചെയ്തിരിക്കുന്നത്. ഓരോന്നും ജീവൻ തുടിക്കുന്ന പിക്ചറുകൾ, അടിപൊളി പിക്ചറുകളായിരിക്കുന്നത്. ചേച്ചി, ഇത് എന്തോ ഇത് വെച്ചാ ചെയ്തേക്കുന്നത്? ആക്രിലിക് വെച്ചിട്ട് ക്യാൻവാസിൽ ചെയ്തേക്കുന്നത് മ്യൂറൽ പെയിന്റിംഗ്. എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ 6-7 വർഷത്തിൽ കൂടുതലായി ചെയ്യുന്നുണ്ട്. പേരെന്തായിരുന്നു? ഷീല ഗോപിനാഥൻ. എവിടെ സ്ഥലം? വടശ്ശേരിക്കര. ഏത് വർക്കാ ഇദ്ദേഹത്തിന്റെ? നമസ്കാരം, പേര്? നമസ്കാരം, ശ്രീലക്ഷ്മി വിനോദ്, ആറന്മുളയിലാണ് വീട്. പിന്നെ ഇതാണ് എന്റെ ചിത്രങ്ങള്. ഇത് മ്യൂറൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പഠിച്ചതും മ്യൂറൽ തന്നെ? അത് തന്നെ. പിക്ചറൊക്കെ ചെയ്യാറുണ്ട്. വാസ്തുതിയ ഗുരുവിലാണ് പഠിച്ചതും. എല്ലാ സ്ഥലങ്ങളും എക്സിബിഷൻ ചെയ്യാറുണ്ട്. പത്തനംതിട്ടയിലുണ്ടായിരുന്നു, വനിതകളുടെ എല്ലാവരും കൂട്ടായ്മയിലുണ്ടായിരുന്നു. നമസ്കാരം, പേര്? എൻ്റെ പേര് രേണു പ്രദീപ്, പത്തനംതിട്ടയിലാണ് വീട്. ഞാൻ മേരിമാത സ്കൂളിലെ ഡ്രോയിങ് ടീച്ചറും കൂടെയാണ്. ഡ്രോയിങ് ടീച്ചറൂടെ? അതെ. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്? കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അക്രിലിക്കിലാണ്. പിന്നെ ലാൻഡ്സ്കേപ്പ്, പിന്നെ ഇതുപോലുള്ള ഇത് മ്യൂറൽ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഇത് ഓയിൽ പെയിന്റാ? ഇത് ഓയിൽ പെയിന്റിലേക്ക്. ഓക്കെ. ഇവിടെ കൊണ്ടുവന്ന പിക്ചറിലെ ഏറ്റവും ചെറിയ ഒരാളുണ്ട്. ഇതേ എത്രല്ല പഠിക്കുന്നത്? ഞാനല്ല, ഈ മോളാണ്. അവള് 10ാം ക്ലാസ്സിലാണ്. ദേവി കൃഷ്ണ ആണ്. പേരെന്തുവാ? ദേവി കൃഷ്ണ. സ്ഥലം? കൂടൽ. എത്ര നാൾ കൊണ്ട് വരയ്ക്കാൻ തുടങ്ങുന്നത്? എനിക്ക് കുഞ്ഞിലെ തൊട്ടേ, ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ടേ വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ അമ്മാമ്മയുടെ മെന്ററായിട്ട് എന്നെ ഇപ്പം പറഞ്ഞു തരും. അങ്ങനെ പോകുന്നു. എല്ലാ സൈസ് പിക്ചറും ചെയ്യാറുണ്ടോ? ഞാൻ മെയിനായിട്ട് എക്സ്പ്രഷനിസ്റ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ കണ്ടംപററി ഇതായിട്ടും ചെയ്യുന്നുണ്ട്. ഇന്നർ മീനിങ്സ് ഉണ്ട്. അപ്പൊ ഒരു സ്ത്രീയെ, കണ്ണില്ലാത്തൊരു സ്ത്രീ, ബട്ട് ഷീ ഹാവ് ദ ബട്ടർഫ്ലൈ ഐസ്. അപ്പൊ ഇതിനൊക്കെ ഓരോ മീനിങ്സ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. അതാണ് എക്സ്പ്രഷൻ. ശരിക്കും ആ ഒരു പിക്ചർ കണ്ടാൽ ഒരു കഥയുണ്ട് പറയാനായിട്ട്. വായനയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. ശരി. അപ്പൊ ഇതൊരു പിക്ചറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് ഒരു കഥയായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അതെ, ഒന്ന് ചിന്തിക്കണം. ചുമ്മാ കാണുന്നതല്ല, ജസ്റ്റ് വിഷ്വൽ ആയിട്ടല്ല, ഒന്ന് അവിടെ നിന്നൊന്ന് ചിന്തിക്കാനുള്ള സംഭവമുണ്ട് എക്സ്പ്രഷനിസം. ശരിക്കും ഞാൻ ആദ്യം ഈ ഒരു പിക്ചർ കണ്ടപ്പം ഇത് ഫോട്ടോയാണെന്നാണ് കരുതിയത്. ശരിക്കും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഇരിക്കുന്ന പിക്ചറുകളെല്ലാം ജീവൻ തുടിക്കുന്ന പിക്ചറാണ്. വരച്ച ആളെ കാണാം. പേരെന്തായിരുന്നു? ഷീന. സ്ഥലം? തടിയൂര്. എത്ര വർഷമായിട്ട് വരയ്ക്കുന്നുണ്ട്? ഞാൻ കൊച്ചിലെ തൊട്ടുണ്ട്. ഇപ്പൊ ഒരു 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ടായിരുന്നോ? ഒരു 6 മാസത്തോളം പഠിച്ചിട്ടുണ്ട്. 6 മാസം. എവിടെ പഠിച്ചത്? സ്ഥപതി, വൈക്കം. അങ്ങനെ പഠിച്ചിട്ടാണ് ഇത് അത്യാവശ്യം. എങ്ങനെയുള്ള പിക്ചറുകൾ ഏറ്റവും ഇഷ്ടം? എനിക്ക് റിയലിസ്റ്റിക് ഒക്കെയാണ് ഇഷ്ടം. ഏറ്റവും ഇതായിട്ട് കാണുന്ന പിക്ചറിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമസ്കാരം, പേര്? എന്റെ പേര് ഷാനു രവീന്ദ്രനാഥ്. ഞാൻ മൂവാറ്റുപുഴ ഓറിയൻ ഫാഷൻ സ്കൂളിൽ ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ടീച്ചറാ? പിന്നെ ഇപ്പൊ വാസ്തു വിദ്യാപീഠത്തിൽ മ്യൂറൽ ചെയ്യുന്നുണ്ട്, ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ അക്രിലിക് വർക്കുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വരച്ച പിക്ചർ ഇത് അല്ലയോ? ഇതൊരെണ്ണമുണ്ട്. പിന്നെ അവിടെ ഒരു ബുദ്ധനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മ്യൂറലും ചെയ്തിട്ടുണ്ട്, ആവഹന്തി. എങ്ങനെയുള്ള പിക്ചറുകൾ ഏറ്റവും ഇഷ്ടം ചെയ്യാൻ? അക്രിലിക് പിക്ചേഴ്സ് എല്ലാം ചെയ്യും. പിന്നെ മ്യൂറലാണ് ഇപ്പൊ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഡിപ്ലോമ ചെയ്യുന്നതുകൊണ്ട് തന്നെ മ്യൂറലാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ സോൾ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞൊരു വർക്കാണ്. അതായത് അൾട്ടിമേറ്റ് ആയിട്ട് വുമൺ ആണ്, നമ്മളുടെ പ്രകൃതിയാണ്, അത് വുമൺ ആണ്.
എന്നുള്ള ഒരു തീം ബേസ് ചെയ്ത് നമ്മൾ ചെയ്തതാണ്. അങ്ങനെയാണ് ഈ വർക്ക് ചെയ്തത്. ശരിക്കും പ്രജന ഈ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അതിനകത്ത് കുറേ കഥകളുണ്ട്. അപ്പം ശരിക്കും സമയമെടുത്ത് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു പുസ്തകം വായിക്കുന്ന ഒരു ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഇതിനെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ബുദ്ധൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എല്ലാ ബുദ്ധനെയും കാണുമ്പം നമ്മൾ ചിരിക്കുന്ന ബുദ്ധന്മാർ കുറവാണ്. പക്ഷേ നല്ല പുഞ്ചിരിയോടുള്ള അടിപൊളി ഒരു ബുദ്ധനുണ്ട്. അത് വരച്ച ആളെ കാണാം. പേരെന്തുവായിരുന്നു? എൻ്റെ പേര് ആശ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. കൊട്ടാരക്കര. ഞാൻ ഈ വാസ്തുവിദ്യാ ഗുരുകുലത്തിലാണ് പഠിച്ച് വന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പം നമ്മൾ ഈ ഗ്രൂപ്പ് എവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നത്. നമുക്കൊരു ഒരു ഫാമിലി പോലെ നമ്മൾ ഈ ഗ്രൂപ്പ്. അപ്പം ഈ ഗ്രൂപ്പും ഒരു മോട്ടിവേഷൻ ഒരു ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ കൂട്ടായ്മ വലിയൊരു കൂട്ടായ്മയാണ്. അതിനകത്ത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ടത് ഗ്രേസി ആന്റിയാണ്. ഗ്രേസി ആന്റി കാരണമാണ് നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിലൊതുക്കി കൂടി പെയിന്റിങ് വരച്ച് വെച്ചു അത്രേ ഉള്ളൂ. പക്ഷെ ആന്റി അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മോട്ടിവേഷൻ ആയി. ഇപ്പൊ ഓരോ എക്സിബിഷൻ കഴിക്കുമ്പോൾ അടുത്തത് എനിക്ക് ഭയങ്കര എന്തോ വന്നാലും കയ്യിൽ ബുദ്ധനെ വരത്തുള്ളൂ. എനിക്ക് പീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും എന്തോ ചെയ്താലും ഞാൻ മനസ്സിൽ കാണുന്ന ഒരു പിക്ചർ ബുദ്ധനെയാണ്, ശ്രീ ബുദ്ധനെയാണ് കാണുന്നത്. നമുക്ക് അടുത്ത ഒരാളെ പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് ദിവ്യ രാജേഷ്. സ്ഥലം? ഞാൻ വള്ളിക്കോട്, പത്തനംതിട്ട വള്ളിക്കോട്. എത്ര വർഷമായിട്ട്? ഞാൻ ഒരു 7 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, നിരന്തരമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. സ്കൂളിൽ കയറിയ ശേഷമാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അതിന് മുമ്പ് ഒരു ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഉള്ളായിരുന്നു വർക്ക് ചെയ്യാൻ. എങ്ങനെയുള്ള പിക്ചറുകളാണ് വരയ്ക്കുന്നത്? ഞാൻ ഓയിൽ പെയിന്റിങ് ചെയ്യാറുണ്ട്, അക്രിലിക് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കല്യാണങ്ങളിലൊക്കെ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ടല്ലോ. അതിന് പകരം ഞാൻ വധൂവരന്മാരുടെ ചിത്രം വാങ്ങിച്ചിട്ട് അവരുടെ വരച്ച് കളർ പെൻസിൽ വരച്ച് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഈ ഒരു പടം നോക്കിയേ, നല്ല വെഡിച്ചിലൊരു പടമാണ്. ശരിക്കും അക്രലിക് കൊണ്ട് ചെയ്തതാണ്. നമുക്ക് വരച്ച ആളെന്ന് കാണാം. പേരെന്തുവായിരുന്നു? വീണ. വീണ. പേര് നല്ല അടിപൊളിയാണ്. അപ്പൊ ശരിക്കും എവിടെ സ്ഥലം? ചെറിയനാട്, ചെങ്ങന്നൂര്. ഈ മ്യൂറൽ പഠിച്ചിട്ടുണ്ടോ? എവിടെ പഠിക്കുന്നത്? ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം. ഇതിനകത്ത് ഏത് സബ്ജക്ട് ചെയ്യാനാണ് ഇഷ്ടം? ഇതിൽ സാധാരണ ദൈവികമായിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. ഇത് പക്ഷെ അങ്ങനല്ല. ഒരു മദർഹുഡ് എന്നുള്ളൊരു രീതിയിൽ അമ്മയും കുഞ്ഞും ആ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കുന്ന 2 പേര്, പിന്നെ പ്രകൃതി കൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഇതിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ പുരാണമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ജീവിതത്തിന്റെ വെച്ചിട്ട് പഴയ ശൈലിയിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റൈലിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രകൃതി എല്ലാം കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. നമ്മൾ നെറ്റിപ്പട്ടങ്ങളൊക്കെ കാണാറുണ്ട്, പല വെറൈറ്റി ആയിട്ടുള്ള. പക്ഷെ ഒരു നെറ്റിപ്പട്ടം കാണാൻ പറ്റും. അത് വളരെ മനോഹരമായിട്ടൊരു കൃഷ്ണന്റെ പിക്ചറാണ്. 2 സൈഡിലും പീലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്ത ആളെ കാണാം. പേര്? യമുന. യമുന. ഇപ്പൊ ഇങ്ങനൊരു സബ്ജക്ട് വന്ന എങ്ങനെയാ? ഇതിങ്ങനെ പുതിയൊരു നെറ്റിപ്പട്ടം, പുതിയൊരു വെറൈറ്റി ആണല്ലോ. ഇങ്ങനെ മയിൽപ്പീലിക്കുള്ളിൽ ഒരു മ്യൂറൽ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഇത് ഫുള്ള് ചെയ്ത് നമ്മൾ തന്നെ അല്ലയോ? ഇല്ല, മയിൽപ്പീലി ഞാൻ വാങ്ങിയതാ. അങ്ങനെ പ്ലെയിൻ, എന്നിട്ട് പടം മാത്രം ഞാൻ വരച്ചു. എത്ര വർഷമായിട്ട് വരയ്ക്കുന്നുണ്ട്? ഒരു 6 വർഷമായിട്ട് മ്യൂറൽ പെയിന്റിംഗ് ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത് പേര്? സാൻഡ്ര. വരയ്ക്കുന്നുണ്ടോ? വരയ്ക്കുന്നുണ്ട്. ആണോ? എന്ത് കൂടുതൽ ഇഷ്ടം വരയ്ക്കാൻ? മ്യൂറൽ അധികം ഞാൻ ചെയ്യാറില്ല. ഞാൻ നോർമൽ പെയിന്റിങ്സ്, വാട്ടർ കളർ, ഓയിൽ പെയിന്റ് അതെല്ലാം ചെയ്യും. ഇത് വാട്ടർ കളർ ആണ്. ഇതെല്ലാം ഇത് കുറെ നാൾ മുന്നേ ചെയ്തതാ. സ്കൂളിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന ടൈം ചെയ്തത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്തത് ഇതാണ്. അതിനെന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെ വരയ്ക്കാൻ തോന്നി വരച്ചു. ഒരു കോണ്ടംപററി ലുക്ക് ആയിട്ട് വരച്ചത്. വരച്ചാളെന്ന് കാണാം. പേര്? ശ്രുതി. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. എത്ര പഠിക്കുന്നത്? ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ആറന്മുളയില് മ്യൂറൽ പഠിച്ചോണ്ടിരിക്കുന്നു. മ്യൂറൽ വരയ്ക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടൊരു മ്യൂറൽ ഉണ്ട്. ഇത് കണ്ടോ? ഈ മ്യൂറലിനകത്തുള്ള ടെക്സ്ചറുകളൊക്കെ ഇതെല്ലാം ശരിക്കും കുത്തി തന്നെ ചെയ്തില്ലയോ? അല്ലയോ? കുത്തി തന്നെ ചെയ്ത. അപ്പൊ ഇത് എത്ര ടൈം എടുക്കും ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാൻ? അത് കുറച്ച് സമയം എടുക്കും. എത്ര നാളെ കൊണ്ട് പടം വരയ്ക്കുന്നുണ്ട്? ഞാനാണെങ്കിൽ ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൽ 1 വർഷ കോഴ്സ് പഠിച്ചു. പിന്നെ അത് ഞങ്ങൾ 2 ഇയർ ബാച്ചിന് 2 വർഷ കോഴ്സ് പഠിച്ചു. എങ്ങനെയുള്ള പിക്ചറുകളാണ് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ? ഞങ്ങൾക്ക് മ്യൂറലേ വരത്തുള്ളൂ. മ്യൂറലേ കൂടുതൽ വരത്തുള്ളൂ. ഒത്തിരി പടങ്ങളുണ്ട്. ഉണ്ട്.